ഞാനൊരു ആഗ്രഹമായിട്ടൊന്നും കണ്ടിട്ടില്ല വീട്ടിൽ തിയേറ്റർ വേണം എന്നുള്ള രീതിയിൽ. വീട് പണി തുടങ്ങുന്ന സമയത്ത് എൻ്റെ അടുത്ത് ആർക്കിടെക്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്കൊരു തിയേറ്ററിന് പ്ലാൻ ചെയ്യണമെന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ആവശ്യമില്ലാത്തൊരു കാര്യമാണ്, നമുക്ക് ചെയ്യേണ്ട എന്നുള്ളൊരു ധാരണയിലായിരുന്നു. പിന്നീട് ഇങ്ങനെ വീട് പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കുറേ വീഡിയോസൊക്കെ നോക്കുമല്ലോ, വീട് പണി ഓരോ ആൾക്കാരുടെ അനുഭവമൊക്കെ. അങ്ങനെ ഞാനൊരു ചാൻസിൽ ഒരു ഹോം തിയേറ്ററിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ കൂടുതൽ അതിനെ പറ്റിയിട്ട് റിസർച്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ നോക്കി. അങ്ങനെയൊക്കെ നോക്കിയപ്പോൾ ഫൈനലി ഐ ഡിസൈഡ് ഓക്കെ ഫൈൻ, എല്ലാവരുടെ സ്ഥലത്തും ഒന്ന് വിസിറ്റ് ചെയ്യാമെന്നുകൊണ്ട് ഞാനൊരു കപ്പിൾ ഓഫ് പ്ലേസസിൽ ഞാൻ വിസിറ്റ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തപ്പോഴാണ് ശരിക്കും ഐ കൈൻഡ് ഓഫ് ലൈക്ഡ് ഇറ്റ്. ബിക്കോസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാണ്ട് നമ്മൾ വിചാരിക്കുന്ന മാതിരി എന്നാൽ ഒരു സംഭവമല്ല ഇത്. വൺസ് യു എക്സ്പീരിയൻസ് ഇറ്റ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് എ ടോട്ടലി ഡിഫറെൻറ്റ് തിങ്. അപ്പോൾ അപ്പോഴാണ് ശരിക്കും എനിക്ക് ജീവിതത്തിൽ ഒരു ആഗ്രഹം തോന്നിയത്, ശരി ഇതെന്തായാലും നമുക്ക് വീട്ടിൽ ചെയ്യണം എന്നുള്ളൊരു രീതിയിൽ. ഞാൻ പല സ്ഥലത്തും പോയപ്പോഴും ഇപ്പോൾ പല ആൾക്കാർക്കും ദേ കം ടു മീ, അവരിങ്ങനെ പ്രപ്പോസൽ അത് ഇതൊക്കെ തരും. ബട്ട് വൈ യു നീഡ് ദിസ് ഓർ വൈ യു ഡോണ്ട് നീഡ് ദാറ്റ് എന്ന് പറയുന്ന ഒരു എക്സ്പ്ലനേഷൻ ആ രാഹുലായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ ഹി വാസ് വെരി മച്ച് വില്ലിങ് ടു ഷെയർ ഇൻഫർമേഷൻ. വൈ യു വോണ്ട് വിച്ച് ഫോർ വാട്ട് എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് രാഹുൽ നല്ല രീതിക്ക് അത് പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ ഹി വാസ് ആക്ച്വലി ഹെൽപ്പിംഗ് മീ ഇൻ ദ ഡെസിഷൻ മേക്കിംഗ് ആൻഡ് നോട്ട് പുട്ടിങ് പ്രഷർ, ഇത് ചെയ്യൂ അത് എടുക്കും എന്നുള്ളത്. ബിക്കോസ് മെനി ഓഫ് ദം അവർക്ക് എന്താ വെച്ചാൽ ദേ ആർ യൂസ് ടു ഒരു സാധനം വെച്ച് കോൺഫിഗർ ചെയ്ത ഒരു സെയിം ഒരു കോൺഫിഗറേഷൻ ഇങ്ങനെ പോകും. ഓൺലി ദ സ്പീക്കേഴ്സ് വിൽ ചേഞ്ച്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് എവർ ഐ ആക്ച്വലി സ്പീക്ക് ടു, എനിക്ക് ആവശ്യപ്പെടുന്ന സാധനങ്ങൾ മൂപ്പർ എങ്ങനെയെങ്കിലും അത് എത്തിച്ച് അതിലേക്ക് ഹി വാസ് വെരി ഹെൽപ്ഫുൾ. അത് പറഞ്ഞു തരാനും അത് മനസ്സിലാക്കി തരാനും അതിൻ്റെ ഡിഫറൻസസ് ആക്കി തരാനും വെരി പേഷ്യൻറ്റ്. ബിക്കോസ് ഇതിൽ ഇൻഫിനിറ്റ് കോമ്പിനേഷൻസ് ഉണ്ട്. ഐ തിങ്ക് ഞാൻ ഏകദേശം ഒരു 1 മന്തോളം വി ഹാഡ് ഡിസ്കഷൻസ്. അപ്പോൾ സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് വേണ്ട ഇൻഫോ എടുത്ത് തരാനും അതിനുള്ള ഡെമോ അറേഞ്ച് ചെയ്യാനും ഒക്കെ ഹി വാസ് വെരി എന്തൂസിയാസ്റ്റിക്. അപ്പോൾ എനിക്ക് ആ മൂപ്പറുടെ ആ ഒരു ഇനിഷ്യേറ്റീവാണ് എനിക്ക് ശരിക്കും ഐ കൈൻഡ് ഓഫ് ലൈക്ഡ് ഇറ്റ് ആൻഡ് ഐ ഫെൽ ദറ്റ് ഇതിനൊരു പാഷനുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഐ ഫെൽ മോർ കംഫർട്ടബിൾ. ആളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന മാതിരത്തെ ഒരു ഔട്ട്പുട്ട് നമുക്ക് ഇവൻച്വലി നമുക്ക് കിട്ടും എന്നുള്ള രീതിയിൽ. മെനി പീപ്പിൾ ഈവൻ ഇഫ് ദേ ഹാവ് ദ മണി ജസ്റ്റ് ബിക്കോസ് ദേ ഡോണ്ട് എക്സ്പീരിയൻസ് ഇറ്റ് ദേ വിൽ ഡിസൈഡ് ദാറ്റ് വേണ്ട, ഇതിലൊന്നും കാര്യമില്ല എന്നുള്ള രീതിയിൽ. ബിക്കോസ് അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ബന്ധുക്കളുടെ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ വീട്ടിൽ അത് കാണുമ്പോൾ ഉള്ളൊരു അതില്ലാത്ത ആൾക്കാർ ദേ ഡോണ്ട് നോ വാട്ട് ദേ ആർ ആക്ച്വലി മിസ്സിങ് ഔട്ട്. ഓൺലി വെൻ യു എക്സ്പീരിയൻസ് യു ക്യാൻ ടേക്ക് എ കോൾ, ഓക്കെ ഫൈൻ ഐ വോണ്ട് ദിസ് ഓർ ഐ ഡോണ്ട് വോണ്ട് ദിസ് എന്നുള്ള രീതിയിൽ. ബട്ട് ഐ എം ഷുവർ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ അത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ സംഹൗ ദേ വിൽ ഫൈൻഡ് ദ ബഡ്ജറ്റ് ഫോർ ഇതൊക്കെ എല്ലാ ബഡ്ജറ്റിലും അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇറ്റ്സ് നോട്ട് നെസസറി ദാറ്റ് യു ഹാവ് ടു ഗോ ഏറ്റവും ഹൈ എൻഡിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. ഐ തിങ്ക് ഇപ്പോൾ 5 ലക്ഷം രൂപ തൊട്ട് 10-30 ലക്ഷം രൂപ 50 ലക്ഷം രൂപ 1 കോടി വരെ യു ക്യാൻ ആക്ച്വലി ഗോ എനി വിച്ച് വേ. ബട്ട് നമ്മുടെ ബഡ്ജറ്റിലുള്ള ഏതൊരു സ്പീക്കറും ഏതൊരു തിയേറ്റർ സെറ്റപ്പും നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വൺസ് യു സ്റ്റാർട്ട് എൻജോയിങ് ആൻഡ് യു ഗെറ്റ് യൂസ് ടു ഇറ്റ് യു വിൽ സ്റ്റാർട്ട് ലവിങ് ഇറ്റ്. ഓഫ് കോഴ്സ് ദർ മൈറ്റ് ബി ബെറ്റർ, ദർ മൈറ്റ് ബി വേഴ്സ്, ബട്ട് ഇറ്റ്സ് ഓൾ അബൌട്ട് യു വിൽ ബി ഏബിൾ ടു എൻജോയ്. ഫസ്റ്റ് വി വർ ആക്ച്വലി ട്രൈങ് ടു ഡിസൈഡ് what kind of a setup we require over here. So എന്താണ് ലൈക്ക് ഐ സെഡ് ഇനിഷ്യലി 7.1.4 എന്നുള്ള രീതിയിൽ. അപ്പോൾ വാട്ട് കൈൻഡ് ഓഫ് എ കോൺഫിഗറേഷൻ ഈ റൂമിന് ചിലപ്പോൾ 5.1.4 ആയാലും നമുക്ക് വി ക്യാൻ പുൾ ഇറ്റ് ഔട്ട്. ബട്ട് എങ്ങനെയാണ് ഒരു ക്ലയൻറ്റിൻ്റെ എക്സ്പെക്ടേഷൻസ് മാച്ച് ചെയ്യാന്നുള്ളതാണല്ലോ അവരുടെ ഒരു ഇത്. അപ്പോൾ അവരുടെ സജഷൻസ് പ്രകാരം വി ആർ ഡിസൈഡ് ദാറ്റ് ദിസ് ഇസ് ദ കോൺഫിഗറേഷൻ ദാറ്റ് വി ഹാവ്. ദെൻ ഇറ്റ് വാസ് ഓൾ അബൌട്ട് പ്ലാനിങ് ദി ഇൻറ്റീരിയേഴ്സ്, ഹൗ ടു ഡു അബൌട്ട് വിത്ത് ഇരുന്നത്. അപ്പോൾ ഒരു പയ്യൻ എനിക്ക് നമ്മൾ പറയുന്ന മാതിരി തന്നെ ഹി യൂസ് ടു 3Dയിൽ അത് റെൻഡർ ചെയ്ത് അത് നമുക്ക് കാണിച്ച് തന്ന് ആൻഡ് അത് ഇതായി കഴിഞ്ഞപ്പോൾ തന്നെ ഇറ്റ് വാസ് ക്വൈറ്റ് ഈസി. രണ്ടാമത്തത് നല്ല അക്കോസ്റ്റിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിവേർബ് നമുക്ക് നല്ലോണം കുറയ്ക്കാൻ പറ്റും. ഈ റിവേർബ് കുറച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി അതിൻ്റെ ക്ലാരിറ്റി നമുക്ക് അതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ ഒന്നും കൂടി ബെറ്റർ ആവും. പിന്നെ നമ്മുടെ ഡോറും ഈ പറഞ്ഞ മാതിരി യു ഹാവ് ടു മേക്ക് ഷുവർ യു ഡോണ്ട് കോംപ്രമൈസ്. അതിൽ നമ്മൾ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു സിനിമ കാണുമ്പോൾ വീട്ടിലെ ബാക്കിയുള്ളവർക്കൊക്കെ അതിൻ്റെ ശബ്ദവും കാര്യങ്ങളും ബുദ്ധിമുട്ടാണ്. എസ്പെഷ്യലി രാത്രിയാണല്ലോ സിനിമ കാണുന്നത്. ഞാൻ രാത്രി ഇവിടെ ഒരു 80-90 ഡെസിബൽ വോല്യൂം വെച്ച് കേട്ടാൽ കൂടി നോബഡീസ് ഡിസ്റ്റർബ്, വേറെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. ഇറ്റ്സ് എ വെരി ഗുഡ് തിങ് ആക്ച്വലി. അത് നിർബന്ധമായിട്ട് അത് അക്കൗസ്റ്റിക് ട്രീറ്റ്മെൻറ്റ് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യേണ്ട കാര്യമാണ്. അത് ദേ ഡൺ എ വെരി ഗുഡ് ജോബ് ആ കാര്യത്തിൽ. ഇത് ഇവിടെ ഒരു 7.1.4 സെറ്റപ്പാണ്. അതായത് ബേസിക്കലി 7 ബെഡ് ലെയർ സ്പീക്കേഴ്സ്, ഒരു സബ് വൂഫറും 4 അറ്റ്മോസ് സ്പീക്കേഴ്സുമാണ്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന സ്ക്രീൻ വന്നിട്ട് 135 ഇഞ്ച് സ്ക്രീനാണ്. അതൊരു എലൈറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ അക്കൗസ്റ്റിക്കലി ട്രാൻസ്പെറൻറ്റ് സ്ക്രീൻ. അപ്പോൾ ദ സ്പീക്കേഴ്സ് വിൽ ബി ബിഹൈൻഡ് ദി സ്ക്രീൻ. അപ്പോൾ അത് ആ സ്ക്രീനിൻ്റെ പുറകിലത്തെ ആ സ്പീക്കേഴ്സ് നമ്മുടെ സൗണ്ട് ഇങ്ങോട്ടേക്ക് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് എത്തിക്കാനായിട്ടാണ് അക്കൗസ്റ്റിക്കലി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു സ്ക്രീനിലേക്ക് നമ്മൾ പോയത്. പ്രൊജക്ടർ വന്നിട്ട് സോണിയുടെ 5000 എന്ന് പറയുന്ന ഒരു മോഡലാണ്. അതൊരു നേറ്റീവ് 4K ഡിസ്പ്ലേ ആണ്. ഈ 135 ഇഞ്ച് സ്ക്രീനൊക്കെ ആകുമ്പോൾ ഒരു നേറ്റീവ് 4K ആകുമ്പോൾ കുറച്ചും കൂടെ ക്രിസ്പർ ആയിരിക്കും ഇമേജസ്. എൻ്റെ യൂസ് ചെയ്തിരിക്കുന്നത് ഞാൻ സെപ്പറേറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഐ ഹവ് ഗോൺ ഫോർ മെറാൻസിൻ്റെ 7706 എന്ന് പറയുന്ന പ്രോസസ്സറും
പിന്നെ 2 ആംപ്ലിഫയർ ഉണ്ട്. രണ്ടും ഇമോട്ടിവയുടെ ആംപ്ലിഫയർ തന്നെയാണ്. ഈ ബെഡ് ലെയർ സ്പീക്കേഴ്സിനൊക്കെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഇമോട്ടിവയുടെ XPA7 എന്ന് പറയുന്നത് Gen 3 അതിൻ്റെ ആംപ്ലിഫയറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫോർ ദി അറ്റ്മോസ് സ്പീക്കേഴ്സ് ഐ ഹവ് ഗോൺ ഫോർ ബേസ് A5 എന്ന് പറയുന്ന 4 ഇതിന് വേണ്ടിയിട്ട് A5 എന്ന് പറയുന്ന ഒരു ആംപ്ലിഫയറാണ് അതിന് യൂസ് ചെയ്തിരിക്കുന്നത്. എൻ്റെ സബ് വൂഫർ വന്നിട്ട് SVSൻ്റെ മറ്റേ PB2000 Pro എന്ന് പറയുന്ന ഒരു സബ് വൂഫറായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. റിക്ലൈനേഴ്സ് എന്ന് പറഞ്ഞാൽ ലിറ്റിൽ നാപ്പ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ റിക്ലൈനേഴ്സാണ്. ദേ ആർ ആക്ച്വലി ക്വൈറ്റ് വെൽ നോൺ. ഈ ഇൻഡസ്ട്രിയിൽ അവർ കുറേ കാലങ്ങളായിട്ട് ഐ തിങ്ക് ദേ ആർ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഇൻ ഇന്ത്യ. അവർ ഈ പറയുന്ന വലിയ തിയേറ്റേഴ്സ് PVR അവർക്കൊക്കെ വേണ്ടിയിട്ട് റിക്ലൈനേഴ്സ് സപ്ലൈ ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. ആൻഡ് ഓൾസോ പ്രൈസ് വൈസ് ഓൾസോ ഇറ്റ് വാസ് ക്വൈറ്റ് ഗുഡ്. വി വർ ഓൾ ക്വൈറ്റ് ഹാപ്പി. നമ്മുടെ സ്വന്തം തിയേറ്ററിലിരുന്ന് കാണുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് വേറെയാണ്. ഇൻഫാക്ട് മൊത്തത്തിലുള്ള ഔട്ട്പുട്ട് ഇസ് ബെറ്റർ ദാൻ വാട്ട് ഐ എക്സ്പെക്റ്റഡ്.